വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കാം. IGNOU കോഴ്സുകൾക്കായുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 UG പ്രോഗ്രാമുകൾ, 2 PG പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. There is no shortcut to success. സക്സസ്സിലേക്ക് അല്ലെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നമ്മൾ എഫേർട്ട് ഇട്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. ചിലർ എക്സാമിൻ്റെ തലേദിവസം അല്ലെ 2 ദിവസം മുമ്പ് ഇങ്ങനെ 8 മണിക്കൂറും 10 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാം മറന്നുപോകും. ചിലരെന്നാൽ ഈ ഇത്ര മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഈ തലേദിവസം തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതി പാസ്സാവുന്നവരുണ്ട്. ഇവരുടെയൊക്കെ മനസ്സിലെന്താണ്? എക്സാം എന്നുള്ളൊരൊറ്റ ഫോക്കസാണ്. എക്സാം എന്ന് മാത്രമാണ് അവരുടെ ഉദ്ദേശം. എക്സാം കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞു, തൃപ്തിയായി, ഇനിയിപ്പോൾ അതിലോട്ടൊന്നും തിരിഞ്ഞു നോക്കണ്ടല്ലോ എന്നുള്ളൊരാശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് എക്സാമിലേക്ക് മാത്രം ചുരുക്കി വെക്കാനാണ് നമ്മൾ ഈ ശ്രമിക്കുന്നത്. അതാണോ നമുക്ക് വേണ്ടത്? അല്ല. ഈ ഒരു ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും നമുക്ക് എങ്ങനെ നമ്മളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ സിവിൽ സർവൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ അല്ലെ ആകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തലേദിവസം അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേദിവസം ഇരുന്ന് കുറച്ച് പഠിച്ചിട്ട് പോയി അങ്ങ് സിവിൽ സർവൻ്റ് ആവാൻ പറ്റുമോ? എക്സാം എഴുതി പാസ്സാവാൻ പറ്റുമോ? ഇല്ല. അവർക്ക് വേണ്ടത് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആഴ്ചകളോളം നീണ്ടു നിന്ന പരിശ്രമമാണ്. ആ പരിശ്രമമാണ് അവരെ ആ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. സോ ചെറിയ സമയം കൊണ്ട് അവർ നേടിയെടുത്തതല്ല, പല പ്രാക്ടീസുകളിലൂടെയാണ് അവർ ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേർന്നത്. ഉദാഹരണത്തിന് ഒരാൾ ഇപ്പോൾ ഒരു റണ്ണിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. ആ ആൾക്ക് ഓടേണ്ടത് 4 മീറ്ററാണ്. നിന്നിടത്തു നിന്നും 4 മീറ്റർ ഓടി ആ നിന്നിടത്തേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ആ നിന്നിടത്ത് നിന്നും തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗോൾ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. എനിക്ക് പറയാൻ പറ്റുമോ ഹുറേ ഞാൻ ജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതിനിടയ്ക്ക് ഇപ്പോൾ ഒരു റൗണ്ട് സർക്കിളിലാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ഷോർട്ട് കട്ട് നോക്കി ഇപ്പുറത്തേക്ക് വേണമെങ്കിൽ വന്നാലും നിങ്ങൾ ജയിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് ശരിക്കും ഒരു വിജയമാണോ? അല്ല. നിങ്ങൾ ആ കൂടെ ഉള്ളവരുടെ ഒപ്പം ഓടി നിങ്ങൾ 4 മീറ്ററും കടന്ന് അവിടേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് ഇട്ടത്? എഫേർട്ടാണ് ഇട്ടത്. ആ എഫേർട്ടാണ് നിങ്ങളെ ഈ ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സഹായിച്ചത്. സോ നമ്മൾ ഏതൊരു സക്സസ്സിൻ്റെ പിന്നിലും നമുക്ക് എഫേർട്ടാണ് വേണ്ടത്. നമുക്ക് ആ സക്സസ്സിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച ആ എഫേർട്ട് ഇട്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. എഫേർട്ട് മാത്രമല്ല, സ്മാർട്ട് വർക്കും വേണം. ഇപ്പോൾ പഠനമാണെങ്കിൽ സ്മാർട്ട് സ്റ്റഡിയാണ് ആവശ്യം. ഈ സ്മാർട്ട് സ്റ്റഡി എങ്ങനെ നമുക്ക് ഒരു സ്റ്റഡി ടെക്നിക്കിലൂടെ കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു ലേൺവൈസ്. അപ്പോൾ നമുക്ക് IGNOU ഈസിയായി പഠിച്ചാലോ? ഇൻട്രൊഡ്യൂസിങ് സ്പേസ്ഡ് പ്രാക്ടീസ്. ഹെർമൻ എബിഗസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റഡി ടെക്നിക്കാണ് ഈ ഒരു സ്പേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരുമുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ്. അതായത് നമ്മളുടെ പഠന സമയത്തെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സ്പേസുകളിട്ട് നമുക്കതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പം ഒരു എക്സാമിന് തലേദിവസം ഇരുന്നുകൊണ്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. അതിനും വേ ബാക്ക് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ മുമ്പ് തൊട്ടേ നമ്മളല്ലെ മാസങ്ങൾക്ക് മുമ്പ് തൊട്ടേ ആഴ്ചകൾക്ക് മുമ്പ് തൊട്ടേ നമ്മൾ പഠിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ എക്സാമിനായാലും അത് ആ ഒരു പഠിച്ച കാര്യം നമുക്ക് ലോങ് ടേമിലേക്കും ആവശ്യം വരികയുള്ളൂ. നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും ഒന്ന് മറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിങ്ങനെ കുറേ നേരം നിന്ന് ആലോചിക്കും അല്ലേ? ആലോചിച്ചിട്ടാണ് നമുക്ക് ആ ഒരു കാര്യം റീകോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ മനസ്സിന് ഐഡിയാസിൻ്റെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ആ കണക്ഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മളുടെ ആ നേടിയെടുത്ത അറിവിനെ നമുക്ക് ഓരോ സമയത്ത് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുക. അതിനെയാണ് നമ്മൾ ഈ ഒരു സ്പേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന ഒരു എഫേർട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസാണ് ഈ ഒരു സ്പേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ സ്പേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുമ്പം 5 hours സ്പ്രെഡ് ഓവർ 5 days. അതായത് 5 ദിവസങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ള 5 മണിക്കൂറുകളാണ്. ഒരു ദിവസം നിങ്ങൾക്ക് 1 മണിക്കൂർ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതിനെ നമ്മൾ 5ആയിട്ട് തരംതിരിക്കുകയാണ്, അല്ല 5ആയിട്ട് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന രീതി തന്നെ എടുക്കാം. 3 നേരം കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ 1 നേരത്തേക്ക് ചുരുക്കുന്നു. ശരിയാവുമോ? ഇല്ല അല്ലേ? നമുക്ക് 3 നേരവും ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ആ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്.
അല്ലേ? അല്ലാതെ 3 നേരത്തെ ഭക്ഷണം ഒന്നിച്ച് കഴിച്ചാൽ എന്ത് സംഭവിക്കും? ബോഡി മോശമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതേ രീതിയാണ് നമ്മൾ പഠനത്തിലേക്കും കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ പഠന രീതിയെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മന്ത്ലി അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കുക. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒരു തരം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ചിലരുണ്ട് രാവിലെ 8:30 എണീക്കും, അല്ലെങ്കിൽ 8 മണിക്ക് എണീക്കും, അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കും, 5 തൊട്ട് 6 വരെ ഞാൻ ഇത് ചെയ്യും, 6 തൊട്ട് 7 വരെ ഞാൻ ഇത് ചെയ്യും, അങ്ങനെ ഉണ്ടാക്കുന്ന ടൈം ടേബിൾസ്. ഞാൻ ആ ടൈം ടേബിളല്ല ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു മന്തിൽ ഒരു കലണ്ടർ എടുക്കുക. ആ കലണ്ടറിൽ ഞാൻ ഇത്ര ദിവസങ്ങളിൽ ഇത്ര പഠനം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നതായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു സ്പേസ്ഡ് പ്രാക്ടീസിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതൊരു ഗ്രാഫാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൈമറി മെമ്മറിയാണ്. അതായത് നിങ്ങളിപ്പം ഒരു ബുക്ക് എടുത്തു, ആ ബുക്കിലൂടെ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം, അതാണ് നിങ്ങളുടെ പ്രൈമറി മെമ്മറി. അപ്പോൾ നിങ്ങളൊരു ബുക്ക് എടുത്ത് ഒരു ചാപ്റ്റർ എടുത്തു, ആ ചാപ്റ്റർ നിങ്ങൾ നല്ല രീതിയിൽ വായിക്കുകയാണ്, അല്ലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ എടുത്ത്, ഇപ്പം ടെൻസ് ആവാം, ഈ ടെൻസ് എന്നുള്ള പോർഷൻ നിങ്ങൾ ഇരുന്നിട്ട് നന്നായിട്ട് വായിക്കുകയാണ്. വായിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയിപ്പം എക്സാമിൻ്റെ സമയത്ത് ഞാനത് നോക്കിക്കോളാം, കാരണം ഞാൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് എക്സാമിൻ്റെ സമയത്ത് നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ച് ആ ബുക്ക് അങ്ങ് അടച്ചു വയ്ക്കും. പിന്നെ നമ്മൾ എക്സാമിൻ്റെ തലേദിവസമായിരിക്കും ഈ സാധനം ഒന്ന് എടുത്ത് നോക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ച കാര്യം പതുക്കെ ഇങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും, മറന്നു പോകാൻ തുടങ്ങും. ഇതിനെ ഫോഗറ്റിംഗ് കർവ് എന്ന് പറയും, അതായത് മറക്കുന്ന ഒരു കർവ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് സ്പേസ്ഡ് തിയറി ഹെർമൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ പ്രൈമറി മെമ്മറി ആൻഡ് ഇതെന്തായി? ഫോഗറ്റിംഗ് കർവ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എന്താണ് പരിഹാരം? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ല എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഈ ടെൻസൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേനും ഇതെന്താ ഞാൻ എപ്പോഴും ഇത് വായിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ മാത്രമേ നമുക്ക് ബാക്കി കാണുള്ളൂ. സോ ഈ ഒരു അതായത് നമ്മളുടെ മെമ്മറി ഫെയ്ഡ് ഔട്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് റീകവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ ഒരു സ്പേസ്ഡ് പ്രാക്ടീസ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിന്നുമാണ് സ്പേസ്ഡ് പ്രാക്ടീസ് എന്നുള്ളൊരു രീതി ഹെർമൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ആസ് യു സീ ഓൺ ദ സ്ക്രീൻ, ഇത് നമ്മളുടെ ഒരു ടൈം ടേബിളാണ്. നമുക്ക് ഈ ടൈം ടേബിളിനെ രൂപപ്പെടുത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം സൺഡേ ഒരു ഡേ എടുക്കുകയാണ്. ഞാൻ ടെൻസ് പഠിച്ചു. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ഡേ ഞാൻ ടെൻസ് പഠിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ടെൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ നോക്കുമ്പോൾ എന്താവും? ഇത് എൻ്റെ പ്രൈമറി മെമ്മറി പതുക്കെ ഫെയ്ഡ് ഔട്ട് ആവാൻ തുടങ്ങും, അല്ലേ? പതുക്കെ ആയിട്ടത് കുറയാൻ തുടങ്ങും. നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് ഡേ ഞാൻ 1 മണിക്കൂർ എടുത്തിട്ട് ഈ ഒരു ടെൻസ് ഒന്നുകൂടി ഇരുന്നിട്ടൊന്ന് വായിച്ചു നോക്കുകയാണ്. അപ്പോൾ തലേ ദിവസം വായിച്ചുകൊണ്ടുള്ള ചെറിയ ഓർമ്മ എൻ്റെ മനസ്സിൽ കാണും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി അത് ഈസി ആയിട്ട് തോന്നും. ഭയങ്കര ഈസി ആയിട്ടൊന്നും അല്ലെങ്കിൽ കാണാതെ പറയാൻ പറ്റുമെന്നുള്ളതല്ല, എന്നാലും എനിക്ക് കുറച്ചൊക്കെ ഓർമ്മ ആ ഒരു ഫെയ്ഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ട് ഫെയ്ഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ അത് കുറച്ചൊക്കെ ഒന്ന് റീകോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഞാൻ അഗെയിൻ നെക്സ്റ്റ് ഡേ, അതായത് 3-ാം ദിവസം ഞാൻ ഒന്നുകൂടെ ഈ ഒരു ടെൻസ് എടുത്തൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കും. അത് 1 മണിക്കൂറാണ് ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ടെൻസിന് വരെ നിങ്ങളൊരു ചാപ്റ്ററാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഫിക്സ്ഡ് ആവും. അപ്പോൾ ഈ 3 ദിവസം നമ്മൾ ഫെയ്ഡ് ഔട്ട് ആവാനുള്ളൊരു അനുവാദം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ അതിന് പകരം ആ ഫെയ്ഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നതിന് ഒന്നുകൂടെ നമ്മൾ കയറ്റിക്കൊണ്ട് വരികയാണ്, അല്ലേ? നമ്മൾ ഈ ഫെയ്ഡ് ഔട്ട് ആവാൻ ശ്രമിക്കുന്ന സാധനത്തിന് നമ്മൾ ഒന്നുകൂടെ പൊക്കിയെടുക്കും, പിന്നെയും ഫെയ്ഡ് ഔട്ട് ആവാൻ ശ്രമിക്കുന്നതിന് ഒന്നുകൂടെ പൊക്കി. അപ്പം നമ്മൾ ആ ഒരു ടെക്നിക്ക് നമ്മൾ ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ മാക്സിമം ഈ ഒരു ചെറിയ സ്മാർട്ട് വർക്കിലൂടെ നമ്മൾ മെമ്മറീസ് നമുക്ക് അവിടെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുള്ള പ്രിപ്പറേഷൻ നമ്മളിവിടെ നടത്തുകയാണ്. അപ്പോൾ 3 ദിവസം നിങ്ങളിത് പഠിച്ചു. ഇതിനിടയ്ക്ക് സെക്കൻഡ് ഡേ നിങ്ങൾ ചിലപ്പം വേറൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ആ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ്, അതല്ലെങ്കിൽ ആ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ 1 മണിക്കൂറാണ് ഈ ഒരു ടെൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സാണ് നിങ്ങൾ ഈ ഒരു പോർഷന് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യുന്നത്. അഗൈൻ നെക്സ്റ്റ് ഡേ നിങ്ങൾ വേറെ 2 സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ടെൻസും എടുത്തിടുന്നു. അപ്പം നിങ്ങൾ മൺഡേ ടെൻസിൻ്റെ ഒപ്പം തന്നെ പഠിച്ചുകൊണ്ടിരുന്ന വേറൊരു ടോപ്പിക്ക് നിങ്ങൾ ട്യൂസ്ഡേ ആകുമ്പോഴത്തേനും വീണ്ടും
അതൊന്നുകൂടെ എടുത്ത് ഈ പറഞ്ഞ സെയിം രീതി ഒന്ന് പ്രയോഗിച്ച് നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ. ഇവിടെ നമുക്കതല്ല ആവശ്യം. നമ്മൾ 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ സെയിം രീതി നമ്മൾ മറ്റു ടോപ്പിക്സിലേക്ക് പ്രയോഗിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സൺഡേ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ട്യൂസ്ഡേ എടുക്കാം. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഈ 7ാം ദിവസം നമ്മൾ ഒന്നുകൂടെ ഈ സെയിം സാധനം എടുത്ത് വായിച്ച് നോക്കുകയാണ്. 7ാം ദിവസം നമ്മൾ ഒന്ന് എടുത്ത് പഠിച്ചു നോക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഡേ പഠിച്ചു, സെക്കൻഡ് ഡേ പഠിച്ചു, തേർഡ് ഡേ പഠിച്ചു, ആൻഡ് നെക്സ്റ്റ് വരുന്നത് 7th ഡേ ആണ്. 7th ഡേ നമ്മൾ ഒന്നുകൂടി ഈ ഒരു സാധനം റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ വായിച്ചു നോക്കിയിട്ട്. അപ്പോൾ ഈ 7th ഡേ നിങ്ങൾ എടുക്കുമ്പോൾ 3 ദിവസം പഠിച്ചതിൻ്റെ എഫക്റ്റ് നമുക്ക് ആ 7th ഡേ കിട്ടും. നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് കുറച്ചായിട്ട് ഫെയ്ഡ് ഔട്ട് ആയിക്കൊണ്ടിരുന്ന സാധനത്തെ നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു 7th ഡേ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ 2 വീക്സ് കഴിഞ്ഞിട്ടായിരിക്കണം ഈ ഒരു ടോപ്പിക് എടുത്ത് നോക്കേണ്ടത്. 2 വീക്സ് കഴിയുമ്പോൾ ഏകദേശം മന്ത് എൻഡ് ആയിരിക്കും വരുന്നത്. ആ മന്ത് എൻഡ് എത്തുമ്പോഴത്തേനും നിങ്ങൾ ഒന്നുകൂടെ ഈ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുകയാണ്. സോ അതായത് നമ്മൾ 5 രീതിയിലാണ്, അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ ഒരു രീതി. ഓക്കെ, ഓരോ 5 ഡേയ്സ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഓരോ മണിക്കൂറുകൾ. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു രീതി, ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന കാര്യം എക്സാമിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ലോങ് ടേം മെമ്മറി ആയിട്ട് അത് നിലനിർത്താനും പറ്റും. അതുമാത്രമല്ല, ഇപ്പം നിങ്ങൾ എക്സാം എഴുതുമ്പോഴും നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവില്ല, അല്ലെ എക്സോസ്റ്റഡ് ആവില്ല, അയ്യോ ഞാൻ മറന്നുപോയല്ലോ എന്നൊന്നും നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങൾക്ക് ആ എക്സാം എഴുതി തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലെന്താണ് വേണ്ടത്? എഫേർട്ടാണ് വേണ്ടത്. ഈ എഫേർട്ട് ഇല്ലാതെ നമുക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റില്ല. നല്ലപോലെ എഫേർട്ട് ഇടണം. എക്സാമിന് തലേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ അല്ല നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് കളയുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമുക്ക് കൂടുതൽ സമയത്തേക്കുള്ള അറിവ് അല്ലെങ്കിൽ റിസോഴ്സസ് നമുക്ക് കിട്ടുന്നതാണ്. സോ ഈ ഒരു സ്പേസ്ഡ് തിയറി അല്ലെങ്കിൽ സ്പേസ്ഡ് പ്രാക്ടീസ് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾ എന്നും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഗ്യാരണ്ടി നിങ്ങൾക്ക് എക്സാമിനും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് തന്നെ ഫീൽ ചെയ്യും. ശരിയാണല്ലോ, ഞാൻ കഴിഞ്ഞ എക്സാമിനൊക്കെ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം ടെൻസ്ഡ് ആയിരുന്നു എക്സാമിൻ്റെ പേപ്പർ കണ്ടിട്ട്. ഇപ്പോൾ എനിക്ക് കണ്ടു എന്ത് കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾ പോലും അറിയില്ല, നിങ്ങൾ ആ ഒരു ടെൻഷൻ എല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ കൂളായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ദിവസത്തിലെ വെറും 1-2 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂർ പറ്റാത്തവർ നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലെ ഒരു ഹാഫ് ആൻ അവർ മാത്രമേ നിങ്ങൾക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിന് നിങ്ങൾ ആ ഒരു ഹാഫ് ആൻ അവർ മാത്രം മാറ്റി വെച്ചുകൊണ്ട് 5 ദിവസത്തേക്കായിട്ട് ഇത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓരോ ടോപ്പിക്കും വളരെ ഈസി ആയിട്ട് തന്നെ കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പേസ്ഡ് പ്രാക്ടീസിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. തിരക്ക് കൂട്ടലുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സമാധാനമായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും എങ്ങനെ നമുക്ക് ലോങ് ടേം മെമ്മറി നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം കോൺസെൻട്രേഷൻ പവറാണ്. നമുക്ക് ഓരോ തവണയും നമ്മൾ ഈ പഠിച്ച കാര്യം തന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കൂടും. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങും. തേർഡ് ഡേ നമ്മൾ ഒന്നുകൂടെ കാണാതെ എന്തെന്ന് പറയാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അയ്യോ അതെങ്ങനെയും കിട്ടിയേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നും. കാരണം അയ്യോ എനിക്കിത് അറിയാമായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ എങ്ങനെയാണ് മറന്നുപോയെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അതിനെ ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കും. ഇങ്ങനെ ഈ ഒരു 5 തവണകളായിട്ട് നിങ്ങൾ ഈ ഒരു സാധനം പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നതിനോടൊപ്പം തന്നെ പഠിച്ച കാര്യം നല്ല രീതിയിൽ മെമ്മറിയിൽ പ്രോസസ്സ് ആവുകയും ചെയ്യും. ലുക്ക്, ഡോണ്ട് സ്ട്രെയിൻ ദ ബ്രെയിൻ, ട്രെയിൻ ദ ബ്രെയിൻ അല്ലേ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യമാണ്. നമ്മൾ നമ്മുടെ ബ്രെയിൻ ഇത്രയും സ്ട്രെയിൻ കൊടുക്കാതെ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. പഠിക്കാനായിട്ട് നമ്മൾ മാക്സിമം അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടത് എന്താണ്? നിങ്ങളുടെ ഈ ഒരു സ്മാർട്ട് വർക്കും എഫേർട്ടുമാണ്. സെമിസ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് ഇയറിൽ കയറിയെന്നിരിക്കുക. ഇപ്പം നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കയറിയെന്നിരിക്കുക. ഫസ്റ്റ് ഇയറിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സെമിസ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ടെക്നിക്ക് കൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. പലരും പറയും ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല, ഇത്രയും ബിസി സ്കെഡ്യൂളിൽ എനിക്കിതൊന്നും നടക്കുന്ന കാര്യമല്ലാന്ന്. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഒരു ദിവസത്തിലെ 1-2 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ആവശ്യം വരത്തുള്ളൂ.
ജസ്റ്റ് ആ 2 മണിക്കൂർ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫുൾ ടൈമും നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലേക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഡിഗ്രി നേടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ എന്താണോ പഠിക്കുന്നത് അത് നേടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടേ മതിയാവുള്ളൂ. അപ്പോൾ ആ എഫേർട്ട് സ്മാർട്ടായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ആ ഒരു എക്സാം ആയാലും അല്ലെങ്കിൽ എന്ത് കോമ്പറ്റീഷൻസ് ആയാലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഡോണ്ട് സ്ട്രെയിൻ യുവർ ബ്രെയിൻ, ഇൻസ്റ്റെഡ് ട്രെയിൻ യുവർ ബ്രെയിൻ. സോ ഈ ഒരു സ്പേസ് ടു പ്രാക്ടീസിൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേ 1 ലേൺ ദ മെറ്റീരിയൽ, അല്ലേ? നിങ്ങളുടെ മെറ്റീരിയൽ ഒന്ന് നന്നായിട്ട് പഠിച്ചെടുക്കുക, മനസ്സിലാക്കുക. അതിനുശേഷം ഡേ 2 റീവിസിറ്റ് ആൻഡ് റിവ്യൂ. നിങ്ങളതൊന്ന് വിസിറ്റ് ചെയ്യുക, എന്താണ് പഠിച്ചതെന്നുള്ളതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ടൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും പാർട്ട് മിസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് റിവ്യൂ ചെയ്യുക. എന്നിട്ടൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് കാണാതെ പറഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ അതൊന്ന് പഠിച്ചു നോക്കാനോ ഒന്ന് ശ്രമിക്കുക, എഴുതി നോക്കാനോ ഒക്കെ ഒന്ന് ശ്രമിക്കുക. ഡേ 3, 4, 5 ബാക്കിയുള്ള, അതായത് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ബാക്കിയുള്ള 4 ദിവസവും നിങ്ങൾ റിവ്യൂ ചെയ്യുകയാണ് അല്ലെങ്കിൽ റീവിസിറ്റ് ചെയ്യുകയാണ് ആ ഒരു ടോപ്പിക്കിനെ. സോ ഈ ഒരു രീതിയിലൂടെ ഈ ഡേ 5 എന്ന് പറയുമ്പം ആ മന്ത് എൻഡ് ആവും. ഓക്കെ, അപ്പം ഈ ഒരു രീതി നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് സ്മാർട്ടായി പഠിക്കാമെന്നുള്ളതിൻ്റെ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്പേസ്ഡ് പ്രാക്ടീസിലൂടെ പറഞ്ഞു തന്നത്. ഐ ഹോപ്പ് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലേക്ക് ഈ ഒരു രീതി കൊണ്ടുവരുമെന്ന്. നമുക്ക് ഇഗ്നോയെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിലുള്ള അറിവുകൾ നേടിയെടുക്കാനും സാധിക്കും. സോ ഈ ഒരു സ്പേസ്ഡ് പ്രാക്ടീസ് എന്ന സ്മാർട്ട് സ്റ്റഡിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ നടത്തുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നിങ്ങൾക്ക് എന്നെ വീണ്ടും കാണാം. അതുവരെ ബൈ.